ആരുമില്ലേ? ഇതാ കിടക്കണ്. ഈശോയെ 7-ാം മുദ്ര തുറന്നിരിക്കോ? വാതിലുകൾ താനെ അടയും തുറക്കുകയും ചെയ്യുന്നല്ലേ പറഞ്ഞേക്കണേ. ബന്ധുട്ടോടെ വാതിലേക്കുണ്ടോ? ഇതാ കിടക്കണ്. എടാവേ ആ എണ്ണ കുപ്പി എടുത്തേൻ. ഈശോയെ ഞാൻ എന്തൊട്ടേ കാണണേ? വാതില് തുറക്ക ഓപ്പണാവാ, തുറക്ക ഓപ്പണാവാ, തുറക്ക. കഴിഞ്ഞു. ബന്ധുറ്റകളാവ് നോക്കിണ്ടിരിക്കണേ. പോയി എണ്ണ കുപ്പി എടുത്തോണ്ട് വരാൻ. കാര്യങ്ങള് നന്നായിണ്ട് കേട്ടോ. ഒരു ചൂരും ചുണയുള്ള ആൺകുട്ടി മുക്കിൽ ആവശ്യണേ. ആന്റെ ഒപ്പം പറഞ്ഞു കേട്ടോ. അപ്പൊ ഹാൻഡിക്രാഫ്റ്റ് ആണല്ലേ? ജോലിയേ? അത് ശരി, ഹാൻഡിക്രാഫ്റ്റ്, കരകൗശലം. എന്തുട്ട് കൗശലാച്ചാലും നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പാശാരൻ എനിക്ക് നന്നായിട്ട് അറിയാടോ. ഒരു ജമ്മാർന്നു. മരത്തില് ഊളിയാ പിടിച്ച അഴകല്ലേ കൊത്ത. പാവം തമ്പുരാൻ നേരത്തെ അങ്ങോട്ട് വിളിച്ചു. കിടാവിന്റെ പേരെന്താ? കിടാവിന്റെയോ? അങ്ക എന്നെ കൊറേ വട്ടായിട്ടോ കിടാവ് കിടാവെന്ന് വിളിക്കണു. ഞാനെന്താ പശുവിന്റെ കുട്ടിയാ? കിങ്ങിണി അല്ലെങ്കിൽ സായോജാന്ന് വിളിച്ചോ. കിടാവ് കൊള്ളാലോ, മിടിക്കോ. പൗലോളപ്പം ടൗണിലേക്കാ? എന്റെ കൂടെ പോന്നോളൂ. ഞാൻ ഇതുവരെ ഈ കുന്ത്രണ്ടത്തുമ്പോ കേറിയിട്ടില്ലേ. വാ പിടിച്ചാ. ഇക്ക് പോലതാ പോലതാ പോലതാ. സാവധാൻ സാവധാൻ. ഇനി പോകലതാ. അയാൾ ആ പാവത്തിനെ സാവധാനിൽ നിൽക്കുമ്പോഴാണോടാ കന്നാലി പുകല ചോദിക്കണേ? പോകലതാടാ. പുകല വേണോ അല്ലേ? നിനക്ക് പുകല വേണോലടാ പൊട്ട. നിന്റെ കുടലയെ കുത്തി വീഴ്ത്തും. മാറിപ്പോയിക്കോ, കൊല്ലും ഞാൻ നിന്നെ. വാടാ. രാത്രി പതുങ്ങിടന്ന് പെണ്ണുങ്ങളെ പേടിപ്പിക്കാനും ഈ ഒന്നിനും കഴിയാത്ത മിണ്ടാപ്രാണിയെ തല്ലാനും ഏത് കോന്തനും കഴിയും. ആണുങ്ങളോടൊരു കൈ നോക്കാൻ കഴിയുമെങ്കിൽ വാടാ. ആണാണെങ്കിൽ വാടാ. ഇനി മേലാലി പരിസരത്തെങ്ങാൻ കണ്ടോട്ടല്ലോ അരിഞ്ഞുകളാ ഞാൻ. നല്ല അസല ആൺകുട്ടി തന്നെ. ഈശോ ചോര. കുഞ്ഞാ ഉമ്മ. ആ പറയുന്നതിന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. മറ്റേയാൾക്ക് നെറ്റിയിലൊരു സ്റ്റിച്ചും. ഓരോന്ന് കേറി വരുന്നതേ. എന്തിനാ വിഷമിക്കണേ?
ഒരു വിഷമവുമില്ല. എനിക്ക് സന്തോഷല്ലേ ഉള്ളൂ. വഴക്കിന് പോവില്ല എന്ന് വാക്ക് തന്ന ആള് അത് ശരിക്കും പാലിക്കുന്നുണ്ടല്ലോ. ഇനി എന്നാ കുടി തുടങ്ങണേ? ഏയ് ഒരിക്കലും ഇല്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ കണ്ടില്ലെന്ന് വെക്ക? തെണ്ടിത്തരത്തിനൊരു അതിരില്ലേ? തലയ്ക്ക് വെളിവില്ലാത്ത മിണ്ടാപ്രാണിയെ തല്ലുമ്പോ നോക്കി നിൽക്കാൻ പറ്റിയില്ല. വല്ലാണ്ട് പൊള്ളിയാക്കണം. ജിജിക്കുട്ടിയെ, എന്തോ? ആ തേനി എടുത്തേ. എന്ത് തേൻ തേൻ. എന്തിനാ മോനെ നാട്ടുകാരോട് പോലെ ഇറക്കാൻ പോണേ? ഞാൻ വാങ്ങി തരണില്ലേ? കൊല്ലും. ആരെ? ഈശ്വര, ഇവരെ ഞാൻ എവിടെ ഒളിപ്പിച്ച് വെച്ചാ രക്ഷിക്കുക? കുഞ്ഞായിരുന്നെങ്കിൽ മടിയിൽ പിടിച്ചിരുത്തി കാക്കയും പൂച്ചയും പറഞ്ഞ് പേടിപ്പിച്ച് ഒതുക്കിയിരുത്തായിരുന്നു. നിന്റെ അമ്മ എനിക്ക് തന്ന ശിക്ഷ. പാവം, ഇതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ആ ഇനി അച്ഛൻ ആ തേനും കൂടി അങ്ങോട്ട് തീർത്തോളൂ. നിന്റെ മുഖത്ത് പരട്ടാൻ വാങ്ങിച്ചു വെച്ചതാ അത്. എനിക്കൊരു സാധനം വാങ്ങി തരാൻ ഇവിടെ ആരുമില്ല. ഞാൻ നിങ്ങളുടെ മോളാണെന്ന് മറക്കണ്ട. എന്തൊരു സ്നേഹം! ആ ഇങ്ങനെ നാട്ടുകാരുടെ തല്ലു വാങ്ങി വരുമ്പോ ഇവിടെ കയറ്റി കൊഞ്ചിക്കണോണ്ടാ ദുശകനായിട്ട് കോലായിൽ ഇങ്ങനെ ഇരിക്കണത്. അശ്രീകരം. ഒരു പെൺകുട്ടി വളർന്നു വരിക, ആരെയും അന്വേഷിച്ച് വരണ്ടോ? തറവാടായിട്ട് ഭ്രാന്താന്നാ പറയാ. ആയ കാലത്ത് സംബന്ധമായിട്ട് നടക്കുമ്പോ ഓർക്കണം, അച്ഛൻ എവിടെയെങ്കിലും പോയി പെട്ട് കൂട്ടിക്കൊണ്ടെന്നാണെന്ന് ആരും കരുതില്ല. ഈ അമ്മ ഓടിയപ്പുറം. അശ്രീകരം ഇരിക്കണ കണ്ടില്ലേ? മോനെ, മോനെ, സാരമില്ല. അമ്മ കൈ നോക്കണ, കൈ നോക്കണമ്മ. മലങ്കാവിലപ്പ ഇതാര്? തമ്പ്രാന്തൊടിയിലെ നാട് വിട്ടുപോയ ചെറിയമ്പ്രാളാ. ഇന്നത്തെ ദിവസം ഐശ്വര്യാണ്. ആ കൈയിങ്ങനെ നീട്ടമ്മ, നോക്കട്ട്. പ്രശ്നമാണമ്മ. വെട്ടും കുത്തും ചോരയും കാണണം. പക്ഷെ ആണ്ടവന്റെ വരപ്രസാദമുണ്ട്. നല്ല കാലം പടിപ്പുരയ്ക്ക് കാത്തു നിൽക്കുകയാണ്. ഒന്ന് കലങ്ങി തെളിയാനുണ്ട്. വീട്ടിലാൾക്ക് ചൂട് കൂടും, വീട്ടിലമ്മയ്ക്ക് പേടി കൂടും, കൊച്ചുമക്കൾക്ക് വെറുതെ മുട്ടും. 100 മേനി കൊയ്തുന്ന അമ്മയാണ് എന്നാ ഒരു നേരത്തെ അന്നത്തിന് മുട്ടുവനായ യോഗൻ. കാലന്റെ കണ്ണ് കാണുന്നുണ്ട് എന്നാ കയറെറിഞ്ഞ കുടുങ്ങൂല. ചാവും ചാക്കാറും മുട്ടി നിൽക്കും. ആണ്ടവന്റെ നല്ല തുണയുണ്ട്, ഭാഗ്യം ചെയ്തവളാ. 100-ന് 101 ആയസുണ്ട്. കുട്ടികള് നക്ഷത്രങ്ങളാണ്. കാറുമാറിയാ വെട്ടിത്തിളങ്ങും. നല്ല കാലത്തിന് യോഗണ്ട്. ഒരു പഴയ സാരിതാമ്മ. ബ്രാള വീടിന്റെ ഐശ്വര്യം പോയിട്ടാ. കാശും പണം ഉണ്ടായിട്ട് എന്താണ്? ബ്രാള വീടിന്റെ വിളക്കായിരുന്നില്ലേ? ഇപ്പൊ അവിടെ ആരൊക്കെ താമസം? വല്യമ്പ്രാള് മരിച്ചല്ല. പിന്നെ ഈ അമ്മയുടെ ചേട്ടൻ പ്രാണും ചേട്ടത്തി അമ്പ്രാളും 2 മക്കളും. നിങ്ങളന്ന് ഓടിപ്പോയി നന്നായിണ്ട്. ഇല്ലെങ്കിൽ ആ പോലീസുകാരൻ കുട്ടിയെ കൊന്നേനി. വല്ലപ്പോഴും പോലീസ് വേഷത്തിൽ വന്ന് നാടും കാടും ഇളക്കും. എല്ലാവർക്കും പേടിയായ ഞാൻ പോരാളെ. ഞാനൊന്നും പറഞ്ഞില്ലേ? ഐശ്വര്യം വരട്ടെ. വേണ്ട കുട്ടിയെ, ഇരിക്കാനുള്ള സ്വസ്ഥത ഇപ്പൊ ഉണ്ണിയേട്ടനില്ല. അത്രയ്ക്ക് കടുകയും ചെയ്തിട്ടാ ഞാനിപ്പോ വരണേ. ഞാനതങ്ങോട്ട് ചെയ്തു. കൊല്ലണേന് തുല്യാണെന്നറിയാം. എന്നാലും ഇവിടെ നാട്ടുകാരുടെ അടിയും കുത്തും കൊള്ളണേലും നല്ലതാ. എന്താ
ചെയ്തേ? പ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കി. ചങ്ങലക്കിട്ടോ മുറിയിൽ പൂട്ടിയിട്ടോ നിർത്താനുള്ള സൂക്കേടില്ല. ഇനി അങ്ങനെ ചെയ്യാച്ചാലും എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അവിടെ കിടക്കട്ടെ, കണ്ണിന് നേരെ കാണണ്ടല്ലോ. ഇതിലും ചെറിയ കുട്ടിയായിരിക്കുമ്പോ എന്റെ മോനെ ഉറക്കിക്കിടത്തി അതേ മുറിയിൽ കെട്ടി തൂങ്ങി അവന്റെ അമ്മ മരിച്ചത്. ഞാൻ നോക്കില്ല എന്നോ ചെല്ലില്ല എന്നോ സ്വയം അങ്ങോട്ട് തീരുമാനിച്ചിട്ടുണ്ടാവുകയെ. എന്നാ കുട്ടിയെ കൂടെ അങ്ങോട്ട് കൊല്ലാനുള്ള കാരുണ്യം അവള് കാണിച്ചില്ല. അനുഭവിക്ക ഇപ്പോ. പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ പാരീജ വിലോചനേ ബാലേ മിഥീലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. എന്താ ശോഭേ? ദുസ്വപ്നം കണ്ടിട്ടുണ്ടാവും. വേണ്ടാത്തൊക്കെ ആലോചിച്ച് കിടന്നിട്ടല്ലേ? എന്താ കണ്ടേ? ഒന്നുമില്ല, വല്ലാത്ത പേടി. എന്തോ സംഭവിക്കാൻ പോണ പോലെ. ധൈര്യം മനസ്സിൽ സ്വയം തോന്നേണ്ടതാ. മറ്റാർക്കും അത് പകർന്നു തരാൻ പറ്റില്ല എന്ന് നീ ആദ്യം മനസ്സിലാക്ക്. നിന്റെ ഒരു കാര്യം. വാ കിടക്ക്. എന്നെ നിന്റെ ചേട്ടനെ അവമാനിച്ച് വല്ല എമ്പോക്കിയുടെയും കൂടെ ഇറങ്ങിപ്പോയി നീ ഒന്നും ഗതി പിടിക്കില്ലടി. ആ കാമദേവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് നീ എന്താ ഉണ്ടാക്കിയേ? കമ്പനിയിലും തട്ടാൻകോപിയുടെ ബ്ലേഡിലും അവൻ പലിശയ്ക്ക് വാങ്ങിച്ച പണത്തിന്റെ കണക്ക് എനിക്ക് അറിയാടി. ചേട്ടത്തിമ്മ കയറിയിരിക്കുക. അവളുടെ ഒരു തക്കാരം. ആ കുറത്തി പറഞ്ഞിട്ടാ ഞാൻ അറിയണേ. മുമ്പ് പറഞ്ഞെങ്കിൽ ഈ നാട്ടിൽ കാലം ഒത്തിക്കില്ലായിരുന്നു. നീ കാരണം ചില്ലറ നാണക്കേടെന്നല്ല ഞങ്ങൾ സഹിക്കണേ. നീ ഇനി അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ. അറിഞ്ഞിട്ടുണ്ട് കെട്ടിലമ്മ കൊട്ടാരം വാങ്ങിച്ച് പാർപ്പ് തുടങ്ങിയത്. അയാളിവിടെ വന്ന് നിന്നോട് എമ്പോക്കിയോട് പകരം ചോദിച്ചില്ല അച്ഛോ. എന്നെ ഞൊട്ടി വിളിച്ചോ. മന്ത്രിയുടെ ഗൺമാനപ്പ അയാള് സൂക്ഷിച്ചോ. ഓലപ്പാമ്പ് കാണിച്ച പേടിക്കണ ഒരു കോന്തനുണ്ടല്ലോ വീട്ടില്, നിങ്ങളുടെ നായര്. ഈ തീയും പുകയൊക്കെ അവിടെ മതി. പകരം ചോദിക്കാൻ ഗൺമാൻ രാഘവൻ നായരല്ല, മന്ത്രി തന്നെ വന്നാൽ ഇവിടെ പുല്ല. ഏടത്തിയമ്മ ഇപ്പൊ വന്ന വഴിക്ക് തന്നെ പോണം. അല്ല, ഇവിടെ താമസിക്കാൻ വന്നതാ. തന്റെയൊക്കെ തറയെ ചവിട്ടിയാലേ കുളിക്കണം.